ഇന്നത്തെ വീഡിയോ നമ്മുടെ സോഷ്യൽ ഹിസ്റ്ററി ഭാഗത്ത് വരുന്ന ഫ്രഞ്ച് വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളെ മാത്രമാണ്. അപ്പോൾ എന്തൊക്കെയാണ് ആ ചോദ്യങ്ങളെന്ന് നമുക്കൊന്ന് നോക്കാം. HSAയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. നെപ്പോളിയൻ ബോണോപാർട്ടിൻ്റെ പരാജയം കുറിച്ച വാട്ടർലൂ യുദ്ധം നടന്ന വർഷം ഏത് എന്നുള്ളത്. അതിൻ്റെ ഉത്തരം 1815 ഇത് HSAൻ്റെ മാത്രമല്ല മിക്ക PSC പരീക്ഷകൾക്കും ആവർത്തിക്കുന്ന ഒരു ചോദ്യമാണ്. അടുത്തത് ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട് 1789 ജൂൺ 20 നടന്ന സംഭവം എന്താണ് എന്നുള്ളതാണ്. അത് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞയാണ്. എന്താണ് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ? ഇതും ആവർത്തന ചോദ്യമാണ്. അപ്പോൾ ഈ രണ്ട് ചോദ്യങ്ങളിലൂടെ നമുക്കിതിൻ്റെ ഉൾഭാഗങ്ങളിലേക്ക് പോകാം. ഇനി ഈ കൊട്ടേഷൻ ഓരോരുത്തരും പറഞ്ഞ വാക്കുകൾ എന്തൊക്കെയാണ്, വാചകങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനാണു രാഷ്ട്രം, രാജാവിൻ്റെ അധികാരങ്ങളെല്ലാം ദേവദത്തമാണ് എന്ന് അഭിപ്രായപ്പെട്ടത് ലൂയി 14 ലൂയി 14 ആണ്. എനിക്കുശേഷം പ്രളയം എന്ന് പറഞ്ഞത് അല്ലെ അഭിപ്രായപ്പെട്ടത് ലൂയി 15 ഇനി അടുത്തത് ഞാനാണ് വിപ്ലവം എന്ന് അഭിപ്രായപ്പെട്ടതാണ് നെപ്പോളിയൻ ബോണോപാർട്ട്. നെക്സ്റ്റ് ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പിനാകെ ജലദോഷം പിടിക്കുമെന്ന് അഭിപ്രായപ്പെട്ടതാണ് മെറ്റേണിക്. ഇനി ഫ്രഞ്ച് ചിന്തകന്മാരെ കുറിച്ച് പറയുമ്പം വോൾട്ടെയറും റൂസോയും മോണ്ടസ്ക്യൂവും ഒക്കെയാണ്. വോൾട്ടെയർ, റൂസോ, മോണ്ടസ്ക്യൂ. അപ്പോൾ റൂസോ ആണ് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്ന ആരാണ്? റൂസോയാണ്. ഇനി റൂസോയുടെ പ്രധാനപ്പെട്ട കൃതിയാണ് ദ സോഷ്യൽ കോൺട്രാക്റ്റ്. പിന്നെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് റൂസോ എഴുതിയ ഒരു കൃതിയാണ് എമിലി എന്നാണ് പറയുന്നത്. ഇനി രണ്ട് കൊട്ടേഷൻ ഉണ്ട് ഇതിൻ്റെ അകത്ത്. ഇദ്ദേഹം പറഞ്ഞിരിക്കുന്ന പ്രശസ്തമായൊരു കൊട്ടേഷനെ നമുക്ക് നോക്കാം. ഭരിക്കുന്നവരും ഭരിക്കപ്പെടുന്നവരും തമ്മിലുള്ളൊരു സാമൂഹ്യ ഉടമ്പടിയുടെ ഫലമാണ് ഭരണകൂടം എന്ന് അഭിപ്രായപ്പെട്ടത് റൂസോയാണ്. ഭരിക്കുന്നവരും ഭരിക്കപ്പെടുന്നവരും തമ്മിലുള്ള ഒരു സാമൂഹ്യ ഉടമ്പടിയുടെ ഫലമാണ് ഭരണകൂടം എന്ന് പറഞ്ഞ റൂസോയാണ്. മനുഷ്യൻ സ്വതന്ത്രനായി ജനിക്കുന്നു, പക്ഷേ എല്ലായിടത്തും അവൻ ചങ്ങലകളാൽ ബന്ധിതനാണ് എന്നഭിപ്രായപ്പെട്ടതും റൂസോയാണ്. അപ്പോൾ റൂസോയുടെ ആത്മകഥയുടെ പേരാണ് കുമ്പസാരങ്ങൾ എന്നാണ്. കുമ്പസാരങ്ങൾ. വോൾട്ടെയറിനെ കുറിച്ച് പറയുമ്പോൾ വോൾട്ടെയറിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അതെന്താണ്? ഫ്രാങ്കോയിസ് മേരി അറൗട്ട് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അപ്പോൾ വോൾട്ടെയർ മറ്റൊരു വ്യക്തിയാണ്. വോൾട്ടെയറിൻ്റെ യഥാർത്ഥ നാമമാണ് ഫ്രാങ്കോയിസ് മേരി അറൗട്ട് എന്നാണ്. ഫ്രാങ്കോയിസ് മേരി അറൗട്ട് പുരോഹിതന്മാരുടെ ചൂഷണത്തെ പരിഹസിച്ച ഒരു ചിന്തകനാണ് ഇദ്ദേഹം. അപ്പോൾ വോൾട്ടെയറിൻ്റെ പ്രധാനപ്പെട്ട കൃതിയാണ് ദ ഏജ് ഓഫ് ലൂയി 14 ഏജ് ഓഫ് ലൂയി 14. എന്താണ്? വോൾട്ടെയറിൻ്റെ പ്രധാനപ്പെട്ട കൃതിയാണ് ഏജ് ഓഫ് ലൂയി 14 ഏജ് ഓഫ് ലൂയി 14 വോൾട്ടെയറിൻ്റെ പ്രധാന കൃതിയാണ്. അടുത്തത് മോണ്ടസ്ക്യൂ ആണെങ്കിൽ മോണ്ടസ്ക്യൂ ജനാധിപത്യത്തെയും റിപ്പബ്ലിക്കിനെയും പ്രോത്സാഹിപ്പിച്ച വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതിയാണ് നിയമങ്ങളുടെ അന്തഃസത്ത. നിയമങ്ങളുടെ അന്തഃസത്ത എന്നുള്ളതാണ് മോണ്ടസ്ക്യൂവിൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ, അല്ലെങ്കിൽ നിയമങ്ങളുടെ ആത്മാവ് എന്ന് പറയുന്നു, സ്പിരിറ്റ് ഓഫ് ലോ. ഇദ്ദേഹത്തെ പ്രശസ്തമായൊരു നോവലാണ് എ ടെയിൽ ഓഫ് ടു സിറ്റീസ്. അതായത് ഫ്രഞ്ച് വിപ്ലവം പ്രമേയമാക്കിയിട്ട് ചാൾസ് ഡിക്കൻസ് രചിച്ച നോവലാണ് എ ടെയിൽ ഓഫ് ടു സിറ്റീസ് എന്നുള്ളതാണ്. ഫ്രഞ്ച് വിപ്ലവത്തെ പ്രമേയമാക്കിയിട്ട് മോണ്ടസ്ക്യൂ രചിച്ചതാണ്. ഫ്രഞ്ച് വിപ്ലവത്തെ പ്രമേയമാക്കിയിട്ട് ചാൾസ് ഡിക്കൻസ് രചിച്ച നോവലാണ് എ ടെയിൽ ഓഫ് ടു സിറ്റീസ് എന്നുള്ളത്. ഇനി അടുത്തത് 1871 ഫ്രാൻസിലെ തൊഴിലാളികൾ ഭരണം പിടിച്ചെടുത്ത സംഭവത്തെ പാരീസ് കമ്മ്യൂൺ എന്നാണ് അറിയപ്പെടുന്നത്. 1871 ഫ്രാൻസിലെ തൊഴിലാളികൾ ഭരണം പിടിച്ചെടുത്ത സംഭവം അറിയപ്പെടുന്നത് പാരീസ് കമ്മ്യൂൺ എന്നാണ്. നെപ്പോളിയൻ പൂർണ്ണമായും പരാജയപ്പെട്ട യുദ്ധം ഏതാണ്? അത് വാട്ടർലൂ യുദ്ധമാണ്. 1815 വാട്ടർലൂ യുദ്ധം ആണ്. അപ്പോൾ നെപ്പോളിയൻ്റെ ഒരു കൊട്ടേഷൻ നമുക്ക് നോക്കാം. എനിക്ക് നല്ല അമ്മമാരെ തരൂ, ഞാൻ നിങ്ങൾക്ക് നല്ല രാഷ്ട്രം തരാം എന്ന് പറഞ്ഞത് നെപ്പോളിയനാണ്. എനിക്ക് നല്ല അമ്മമാരെ തരൂ, ഞാൻ നിങ്ങൾക്ക് നല്ല രാഷ്ട്രം തരാം എന്ന് പറഞ്ഞത് നെപ്പോളിയനാണ്. അവസരമില്ലാത്ത പക്ഷം കഴിവുകൊണ്ട് പ്രയോജനമില്ല എന്ന് പറഞ്ഞതും നെപ്പോളിയനാണ്. ശത്രു പിഴവ് വരുത്തുമ്പോൾ തടസ്സപ്പെടുത്തരുത് എന്ന് പറഞ്ഞതും നെപ്പോളിയൻ്റെതാണ്. പിന്നെ നെപ്പോളിയൻ്റെ പരിഷ്കാരങ്ങളെക്കുറിച്ച് നോക്കുമ്പോൾ സിങ്കിങ് ഫണ്ട്
രൂപവൽക്കരിച്ചത് നെപ്പോളിയനാണ്. എന്താണ് സിങ്കിങ് ഫണ്ട്? എന്താണ് സിങ്കിങ് ഫണ്ട്? പൊതുകടം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് സിങ്കിങ് ഫണ്ട് എന്ന പേരിൽ പ്രത്യേക ഫണ്ടുകൾ രൂപവൽക്കരിച്ചത്. കർഷകരെ കൃഷിഭൂമിയുടെ ഉടമകളാക്കി മാറ്റി. ഗതാഗത പുരോഗതിക്ക് നിരവധി റോഡുകൾ നിർമ്മിച്ചു. സാമ്പത്തിക പ്രവർത്തനങ്ങൾക്ക് ബാങ്ക് ഓഫ് ഫ്രാൻസ് സ്ഥാപിച്ചു. നിലവിലുള്ള നിയമങ്ങളെല്ലാം ക്രോഡീകരിച്ചുകൊണ്ടൊരു പുതിയ നിയമസംഹിതകൾ ഉണ്ടാക്കി. ഇതെല്ലാം നെപ്പോളിയൻ്റെ ഭരണപരിഷ്കാരങ്ങളിൽപ്പെട്ടതാണ്. ഇനി ആധുനിക ഫ്രാൻസിൻ്റെ ശില്പി എന്നറിയപ്പെടുന്ന ആരാണ്? അതും നെപ്പോളിയനാണ്. ആധുനിക ഫ്രാൻസിൻ്റെ ശില്പി എന്നറിയപ്പെടുന്ന ആരാണ്? നെപ്പോളിയനാണ്. അപ്പോൾ ഫ്രാൻസിൻ്റെ മനുഷ്യാവകാശ പ്രഖ്യാപനം നടന്ന വർഷം 1789 ഓഗസ്റ്റ് 12-നാണ്. 1789 ഓഗസ്റ്റ് 12-നാണ് മനുഷ്യാവകാശ പ്രഖ്യാപനം നടന്നത് എന്ന് പറയുന്നു. അപ്പോൾ ഭീകരവാഴ്ചക്കാലം ഫ്രഞ്ച് വിപ്ലവത്തിലെ പുരോഹിതന്മാരെയും പ്രഭുക്കന്മാരെയും വധിക്കാൻ ഉപയോഗിച്ചിരുന്നൊരു ആയുധമാണ് ഗില്ലറ്റിൻ എന്ന് പറയുന്ന ഒരു ആയുധം. അപ്പോൾ 1793 ലൂയി 16 കുടുംബവും ഈ ഗില്ലറ്റിനാൽ തന്നെയാണ് വധിക്കപ്പെട്ടത്. പിന്നെ രാജവംശക്കാരെല്ലാം 1792 സെപ്റ്റംബറിൽ കൂട്ടക്കൊല ചെയ്തു. ഇതാണ് നമ്മുടെ സെപ്റ്റംബർ കൂട്ടക്കൊല എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ രാജവംശക്കാരെയാണ് വധിച്ചത്. 1792 വധിച്ചത്. ഇതിൻ്റെ പേരാണ് സെപ്റ്റംബർ കൂട്ടക്കൊല. രാജവാഴ്ച അവസാനിപ്പിച്ച് റിപ്പബ്ലിക് ഭരണത്തിനു വേണ്ടി നിലകൊണ്ട ഒരു ഫ്രഞ്ച് പ്രസ്ഥാനമായിരുന്നു ജാക്കോബിൻ ക്ലബ്ബ് എന്നാണ് പറയുന്നത്. എന്താ പേര്? ജാക്കോബിൻ ക്ലബ്ബ്. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ 100-ാം വാർഷികത്തോടനുബന്ധിച്ച് പാരീസിൽ പടുത്തുയർത്തിയൊരു ഗോപുരമാണ് ഈഫൽ ടവർ എന്നാണ് പേര്. ഈഫൽ ടവർ. അപ്പോൾ ഈ ബാസ്റ്റിൽ കോട്ട തകർന്ന വർഷം, ഇതും PSCയുടെ ഒരു സ്ഥിരം ചോദ്യമാണ്. ബാസ്റ്റിൽ കോട്ടയുടെ തകർച്ച 1789 ജൂലൈ 14-നാണ്.